പിന്നെ പോകുമ്പോ പൊടിച്ചിട്ട് ലഡുക്കെ ഒന്ന് വാരെടുത്തോണ്ട് പോകും. മുത്തച്ചാമി എന്നടാ സത്തോ പാത്ത് പണ്ടടാ. ഇനി ഒരു പ്രശ്നം വന്നാ സാർ അകത്തു പോകും. ഞങ്ങളെ രണ്ടുപേരുടെ പുറത്തിടന്ന് എന്തോ കാണിക്കാന് ആന്നേ. ഹലോ, ആ പണത്തിരിക്കാൻ പോണ ആൾക്കാരുടെ ലിസ്റ്റ് ഒന്ന് തന്നെ. എടാ, അകത്ത് പോണെങ്കിൽ നമ്മൾ എല്ലാരും കൂടി അകത്ത് പോകുള്ളൂ, മനസ്സിലായില്ലേ? ഇനിയിപ്പോ അവന്റെ നിന്നെ കുറിച്ചുള്ള തെളിവില്ലെങ്കിൽ അതിന് ആവശ്യത്തിലധികം എന്റെ ഉണ്ട്. അത് ഓർത്ത് ഇവിടെ ആരും പേടിക്കണ്ട. പിന്നെ പ്ലാനിങ്ങിന്റെ കാര്യം അത് ചെയ്തിട്ട് നമുക്ക് ഒറ്റ സെല്ല് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് നടത്താം. പണത്തിരുത്തി തരാം ഞാൻ രണ്ടിനെ. സാർ, അതെന്റെ പുതിയൊരു ടെക്നിക്കാണ്. എന്ത് ടെക്നിക്ക് കേട്ടോ? ആ തെള്ളി നിൽക്കുന്നത് ഹൈ ക്വാളിറ്റി കമ്പിയാണ്. പുറത്തുനിന്ന് ഒരാൾ ഇൻസ്പെക്ഷൻ വന്ന് നോക്കുമ്പോൾ അയാൾ കരുതും അകത്തുള്ള ഹൈ ക്വാളിറ്റി കമ്പികളുടെ അതിപ്രസരം മൂലം 1-2 കമ്പികൾ തെളിയിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് അത് അവിടെ വെച്ചേക്കുന്നത്. ബ്രില്യൻ ജാഫറെ, ഇമാതിരി ബ്രില്യൻസ് കാണിക്കണേക്കാട്ടും ഒരു വാക്ക് എന്നോട് പറയണം. നല്ല രീതിയിൽ മുക്കിയിട്ടാണ് ഇങ്ങനൊരു സാധനം ഒട്ടിച്ചും പറ്റിച്ചും പൊക്കിക്കൊണ്ട് വരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി മാന്തരുത്. ഇതെല്ലാം വീണ് കഴിഞ്ഞാലുണ്ടല്ല ഞാനായിരിക്കും ഉത്തരം പറയേണ്ടത്. അതാ ഞാനും വിചാരിച്ചത്. മണ്ടൻ താൻ തന്റെ അളിയന് കടമുറി പണിയാൻ വേണ്ടിയല്ലേ ഇവിടത്തെ കമ്പിയെല്ലാം കൂടെ എടുത്തോണ്ട് പോയത്. ഞാൻ എന്തിട്ട് പണിയും? നമ്മൾ ഇറക്കിയ സിമെന്റിന്റെയും കമ്പിയുടെയും എന്തിനും ആരും അറിയാണ്ട് ഇറക്കിയ ചൈനീസ് കട്ടയുടെ കണക്ക് വരെ അവൻ മുഖത്ത് നോക്കി പറഞ്ഞിട്ടാ. ഓ, അതും പൊക്കിയോ സാറേ? ഇങ്ങനെ ഐഡിയ കേൾക്കാൻ നിന്ന് നമ്മൾ റൂം സെറ്റ് ചെയ്യുന്ന തീഹാർ ജയിലിലായിരിക്കും. നിലവിലുള്ള കേസ് വെച്ച് നമുക്ക് നാട്ടിൽ തന്നെ കണ്ണൂരിലോ പൂജപ്പുരയിലോ എവിടെയെങ്കിലും കിടക്കാം. ഒരു കാര്യം ചെയ്യാം, അയാളുടെ വീണ്ടും വാതൊക്കെ ചെന്നിട്ടേ ഫയല് ഇന്നിറങ്ങി വരാൻ പറയാം. നമ്മുടെ ഫയലല്ലേ, നമ്മൾ വിളിച്ചാൽ എന്തായാലും അങ്ങനെയാണെങ്കിൽ വിളിച്ചിറക്കി ഒരു ഓട്ടോ കയറ്റിയാൽ കൂട്ടോ. എന്തേ?